Hello everyone. Freedom, written by Rabindranath Tagore. This is a beautiful poem, and you know that Rabindranath Tagore was a part of Indian nationalist movement, and he had uh, took part in Indian nationalist movement, and he was alive in that network, with Gandhiji and all. So here, this in this poem, Freedom, we have some questions to discuss because these questions are frequently asked in the examination, so we should learn it. പലപ്പോഴായിട്ട് എക്സാമിനേഷനിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെടുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് മെറ്റീരിയലുള്ള ഈ ചോദ്യങ്ങളാണ്. സോ വി കൻ ജസ്റ്റ് ഇമേജസ് ഓഫ് കൊളോണിയലിസം ഇൻ ഫ്രീഡം. ഈ ഫ്രീഡം എന്നുള്ള കവിതയിൽ കൊളോണിയലിസത്തിൻ്റെ ഇമേജുകൾ എന്തൊക്കെയാണ്? ഇമേജ് എന്ന, അതായത് ഒരു ലിറ്റററി ആർട്ട് ടെക്നിക്കാണ് ഇമേജ്, അല്ലേ? വാങ്മയ ചിത്രങ്ങളായിട്ട് എങ്ങനെയാണ് ഫ്രീഡം എന്നുള്ള കവിതയിൽ നമുക്ക് വരച്ച് കാണിക്കുന്നത്? അപ്പോൾ നമ്മളതിലേക്ക് പോവുകയാണ്. ടാഗോർസ് ഫ്രീഡം ഈസ് സെറ്റ് ഇൻ ദി പൊളിറ്റിക്കൽ സിനാറിയോ ഓഫ് ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ഓക്കെ, ഇന്ത്യ ബ്രിട്ടീഷ് നിയമത്തിൽ, ബ്രിട്ടീഷ് റൂളിന് കീഴിലുള്ള ഒരു ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാണ്, ബാക്ക്ഗ്രൗണ്ടിലാണ്, ഒരു രാഷ്ട്രീയ പരിസരത്തിലാണ് ഫ്രീഡം എന്നുള്ള കവിത എഴുതുന്നത്. ഓക്കെ, ഫ്രീഡം, ദിസ് പോം വാസ് റിട്ടൺ ഇൻ എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബ്രിട്ടീഷ് റൂളിംഗ് സിനാരിയോ. ഓക്കെ, ഒരു അങ്ങനെയുള്ളൊരു രംഗത്താണ്, ഒരു സമയത്താണ്, സിനാരിയോയിലാണ്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വാഴുന്നൊരു സമയത്ത്. സോ ദാറ്റ് ടൈം ദീസ് ഫ്രീഡം ഹാസ് സിഗ്നിഫിക്കൻസ്. ആ സമയത്ത് ഫ്രീഡം എന്നുള്ള സിഗ്നിഫിക്കൻസിന് പ്രാധാന്യമുണ്ട്. ഈ കവിതയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. വി കൻ ജസ്റ്റ് തിങ്ക്, അല്ലേ? നമുക്കങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ദ കോൾ ഫോർ അർജൻസി ഓഫ് ഫ്രീഡം ഈസ് എവിഡൻറ്റ് ത്രൂ ഔട്ട് ദ പോം, ആൻഡ് ദിസ് കോൾ ഫോർ ഫ്രീഡം ഈസ് ഡിമാൻഡഡ് ത്രൂ വേരിയസ് ഇമേജസ് ഓഫ് കൊളോണൈസ്ഡ് ഇന്ത്യ. അപ്പം ഫ്രീഡം വേണം എന്നുള്ള ആ ഒരു സംഗതി കവിതയിലുടനീളം ത്രൂ ഔട്ട് ദ പോയം എന്താകുന്നുണ്ട്? അദ്ദേഹം ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നത്, കോൾ ഫോർ ഫ്രീഡം ആൻഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് വേരിയസ് കോളനൈസിങ്ങിൻ്റെ, ഇന്ത്യ കോളനൈസ് ചെയ്യപ്പെട്ടതിൻ്റെ വിവിധ തരത്തിലുള്ള ഇമേജുകളിലൂടെയാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. ഇന്ത്യ വാസ് അണ്ടർ വേരിയസ് ഇമ്പീരിയൽ പവേഴ്സ്. ഇന്ത്യ വാസ് എ colony not only to Britain but also to earlier colonizers like Dutch, French, Portuguese. India is okay, അങ്ങനെ ഇന്ത്യ ഈസ് കമ്പയർഡ് ടു എൻ ഓൾഡ് വിമൻ. ഒരു 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 വൃദ്ധയോട് സാദൃശ്യപ്പെടുത്തുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. ദ മദർ ലാൻഡ് ഹൂ ഹാസ് ബെൻ ഡ്യൂ ടു ദ ബേർഡൻ ഓഫ് ഏജ് ഓൾഡ് കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ഈവിൾസ് ഷീ ഈസ് ക്യാരിങ്. ഒരേ സമയം ഫ്രീഡത്തിന് വേണ്ടിയിട്ട് he just arguing for freedom, and at the same time ഈ ഒരു ഇന്ത്യയുടെ അധപ്പതനത്തിൽ നിന്ന് ഡൗൺഫോൾ ഓഫ് ദ റീസൺ ഫോർ ദ ഡൗൺഫോൾ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് ജസ്റ്റ് എ ഫ്രീഡം ബട്ട് ഓൾസോ ദ ഈവിൾസ് ദാറ്റ് ഹാസ് ബീൻ laid upon India as a continuous burden of age-old conquering by the British rules and by the foreign imperial powers. Okay, by the imperial powersൻ്റെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ ഒരു ആധിപത്യം കൊണ്ടും വൈദേശികാധിപത്യം കൊണ്ടും ഡൊമിനേഷൻ ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് കൊണ്ടും അതുപോലെ തന്നെ സോഷ്യൽ ഇവിൾസും, സാമൂഹ്യ അത്യാചാരങ്ങൾ, ഇവിൾസ് കൊണ്ടും ഒക്കെയാണ് ഇന്ത്യ ഒരു വൃദ്ധയെപ്പോലെ ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നത്. ഓൾഡ് വിമണ്ണായിട്ട് കമ്പയർ ചെയ്യുന്നത്, നമ്മുടെ മദർലാൻഡ് ഓൾഡ് വിമണ്ണായിട്ട് കമ്പയർ ചെയ്യുന്നു. ഹാസ് ബെൻഡ്, എങ്ങനെയാണ് ഓൾഡ് വിമൻ കുനിഞ്ഞ ഉണ്ടാവുക? ഹു ഹാസ് ബെൻ ഡ്യൂ ടു ദി ബേർഡൻ ഓഫ് ഏജിൻ്റെ പിന്നെ ഓൾഡ് കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ഇവിൾസ് ഷീ ഈസ് ക്യാരിങ്. ഡ്യൂ ടു ദി ബേർഡൻ ഓഫ് ഏജ് ഓൾഡ് കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ഇവിൾ ഷീസ്, അവൾ ക്യാരി ചെയ്യുന്ന ഏജ് ഓൾഡ് ആയിട്ടുള്ള, കാലങ്ങളായിട്ടുള്ള ഇവിൾസും ആചാരങ്ങളൊക്കെ കൊണ്ടാണ് അവളിങ്ങനെ കുനിഞ്ഞു പോയത്. ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ഓവർ പവറിങ് ഓഫ് ഫോറിൻ പവേഴ്സ്. മാത്രമല്ല കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള വൈദേശിക ആധിപത്യങ്ങൾ കൊണ്ട്.
ഹെർ ബാക്ക് ഈസ് ബ്രേക്കിംഗ്, അവളുടെ നട്ടെല്ലാകെ ഒടിച്ചിരിക്കുകയാണ്. ബാക്ക് ബോൺ ഈസ് എന്നാണ് ബ്രേക്കിംഗ്. ഇൻ ദി ഫോളോയിങ് ലൈൻസ് ഇന്ത്യ ഈസ് ഈവൻ കമ്പയർഡ് ടു എ സെയിൽ ബോട്ട് എയിംലെസ്ലി ഫ്ലോട്ടിംഗ് ആൻഡ് ഓൾസോ ടു എ പപ്പർ ഡാൻസിങ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് തോട്ട്ലെസ് മാസ്റ്റർ. ഇപ്പോൾ ഒരു തോട്ട്ലെസ് ആയിട്ടുള്ളൊരു കപ്പിത്താനുള്ള ഒരു ചിന്നും ചിന്തിക്കാത്തൊരു കപ്പിത്താനുള്ള ഒരു കപ്പലിലെ ഒരു പിന്നെ വഴി തെറ്റിയിട്ട് ഇങ്ങനെ നിർബാധം ഒരു ഗതിയറിയാതെ പോകുന്നൊരു കപ്പൽ പോലെ ഇന്ത്യ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരു കപ്പലിനോടും പിന്നെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഈസ് കമ്പയർഡ് ടു എ സെയിൽ ബോട്ട് എയിംലെസ്ലി ഫ്ലോട്ടിംഗ്. എയിംലെസ്ലി, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന സെയിൽ ബോട്ടിനോടും താരതമ്യം ചെയ്യുന്നു. ആദ്യം നമ്മൾ ഒരു വിമണിനോട്, ഓൾഡ് വിമൺ, പിന്നെ സെയിൽ ബോട്ടിനോട്, ഫ്ലോട്ടിംഗ് ആൻഡ് ഓൾസോ ടു എ പപ്പറ്റ് ഡാൻസിങ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് തോട്ട്ലെസ് മാസ്റ്റേഴ്സ്. തോട്ട്ലെസ് മാസ്റ്റർ കൊണ്ട് നിർദ്ദേശപ്രകാരം നൃത്തം ചെയ്യുന്ന ഒരു പപ്പറ്റ് പോലെ, ഒരു പാവക്കുട്ടിയെപ്പോലെ ഇന്ത്യയായി മാറിയിരിക്കുന്നു. ഒരു പാവ പോലെ, ഒരു ഡമ്മി പോലെ, പാവയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഇത്തരം ഇമേജുകളിലൂടെ, അതിങ്ങനെ ഒഴുകുന്നതായിട്ടും ഡാൻസ് ചെയ്യുന്നതായിക്കോട്ടെ, ഇങ്ങനെ ഇമേജ് ചിത്രങ്ങൾ നമ്മൾക്ക് കാണിച്ച് തരുന്നുണ്ട്. സോ ദാറ്റ് അങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇന്ത്യയുടെ ഒരു പാരതന്ത്ര്യത്തെ, ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ, ദ ലാക്ക് ഓഫ് ഫ്രീഡം ആൻഡ് ദറ്റ് ദ ബേർഡൻ, ഇന്ത്യ താങ്ങുന്ന, ക്യാരി ചെയ്യുന്ന ആ ബേർഡനെ നമുക്ക് കവി വായിച്ച് അവതരിപ്പിച്ച് തരികയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദറ്റ് ഇമേജ്. ആൻഡ് ഹിയർ വി ഗെറ്റ് ദ പാട്രിയോട്ടിസം എ തീം ഇൻ ടാഗോർസ് ഫ്രീഡം. അപ്പം ടാഗോറിൻ്റെ ഫ്രീഡം എന്നുള്ള കവിതയിൽ മറ്റൊരു ചോദ്യം വന്നേക്കാവുന്ന ഒന്ന് ഇമേജുകളാണ്. രണ്ട് ഇമേജുകളും നമുക്ക് എല്ലാ ഉത്തരത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പാട്രിയോട്ടിസം ഈസ് തീം ഇൻ ടാഗോർസ് ഫ്രീഡം. ഒരു എന്താണ് പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ, രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് ടാഗോർ നമുക്ക് വരച്ച് കാണിക്കുന്നത്. ഹീസ് പോർട്രേയിങ് ക്ലിയർലി ദാറ്റ് ഹൗ ദിസ് പാട്രിയോട്ടിസം കംസ് ഇൻ ദ പോം. ടാഗോർസ് പാട്രിയോട്ടിസം ഈസ് ക്ലിയർ ഇൻ ദി ഓപ്പണിംഗ് ലൈൻസ് ഇറ്റ്സെൽഫ്. തുടക്കത്തിൽ തന്നെ പാട്രിയോട്ടിസം ഉണ്ട് അല്ലേ? രാജ്യസ്നേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് ദേശസ്നേഹം വിളമ്പുന്നത്? ദ പോം ഈസ് കൺസേൺഡ് വിത്ത് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഓക്കെ, ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചാണ്. that itself says that it's about patriotism. പാട്രിയോട്ടിസത്തിൻ്റെ രാജ്യസ്നേഹം കൊണ്ടാണല്ലോ. ആൻഡ് ടാഗോർ കോൾസ് ഔട്ട് ടു ദി മദർലാൻഡ് ടു ഫ്രീ ഫ്രം ഫിയർ. മദർലാൻഡ്, മാതൃഭൂമിയോട് പറയുന്നത്, മദർലാൻഡിനോട് പറയുന്നത് ടാഗോർസ് വിളിച്ചു പറയുകയാണ്, ടു ഫ്രീ ഫ്രം ഫിയർ. സ്വതന്ത്രമാണ് ഫിയറിൽ നിന്നും, അതുപോലെ തന്നെ ചങ്ങലകളിൽ നിന്നും, പാരതന്ത്രത്തിൻ്റെ അടിച്ചമർത്തലുകളുടെ ചങ്ങലയിൽ നിന്നും, ഫ്രം ദ ഫിയർ ഓഫ് ഔട്ട്സൈഡേഴ്സ്, മറ്റുള്ള പുറത്തു നിന്നുള്ളവരുടെ ഭയത്തിൽ നിന്നും ഒക്കെയുള്ള ഫ്രീഡത്തെ വിളമ്പാൻ, അഭ്യർത്ഥിക്കാൻ, ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പറയുകയാണ്. ദ റീഡർ എക്സ്പീരിയൻസ് ദ വെയ്റ്റ് ഓഫ് കൊളോണിയൽ പവേഴ്സ് ഫ്രം വിച്ച് ടാഗോർ സീക്സ് ടു സേവ് ഹിസ് ബിലവഡ് കൺട്രി. ഇപ്പം ആ ഒരു കൊളോണിയൽ പവേഴ്സിൻ്റെ ആ ഒരു വെയ്റ്റ് വി ക്യാൻ ഫീൽ വെൻ വി റീഡ് ദിസ് പോം. ആൻഡ് ടാഗോർ സീക്സ് ടു സേവ് ഹിസ് ബിലവഡ് കൺട്രി ആൻഡ് ഹീ എന്താണ്, അദ്ദേഹം പരമാവധി തേടുകയാണ് തങ്ങളെ പ്രിയപ്പെട്ട രാജ്യത്തെ ഇതിൽ നിന്നൊക്കെ, ഈ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. ടാഗോർസ് പാട്രിയോട്ടിസം permeates his poem as he decries the master beneath whom his motherland serves as a puppet, but in truth as a slave. And as a slave, freedom is where the mind is without fears. ഒരു പപ്പറ്റിനെ പോലെയായി നമ്മുടെ ഒരു മാസ്റ്ററിൻ്റെ കീഴിൽ, ഈ കൊളോണിയൽ പവറിൻ്റെ കീഴിൽ പാവയെപ്പോലെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ സ്വതന്ത്രമാവണം എന്നുള്ള ഒരു സന്ദേശം നൽകുകയാണ്. ഇതും പാട്രിയോട്ടിസത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സ്ലേവായിട്ട് മാറ്റിക്കണം. ബട്ട് ഇൻ ട്രൂത്ത് ആസ് എ സ്ലേവ്, നമ്മളൊരു സ്ലേവാണ്. ഫ്രീഡം ഈസ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയേഴ്സ്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫിയറൊന്നും ഇല്ലാതെ ആവുന്ന ഒരവസ്ഥയാണ്. സോ ദാറ്റ്സ് about these two questions that we have just discussed. So ഇനിയുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ. We can see in the next class. Okay.